നമസ്കാരം. ബീഹാർ ഇലക്ഷൻ NDA മഹത്തായ വിജയം കൈവരിക്കുന്നതിൽ ഏറ്റവും പങ്കുവഹിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിനുപരി അതിന് രാസത്വരകമായി പ്രവർത്തിച്ചത് തമിഴ്നാട്ടിലെ DMK മുഖ്യമന്ത്രിയും അനുയായികളും തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൻ ഉദയനിധി സ്റ്റാലിൻ, പിന്നെ മന്ത്രിമാരായ പൊന്മുടി, ദുരമുരുകൻ തുടങ്ങിയവരും, അതല്ലാതെ MP ആയ ദയാനിധി മാറൻ, പിന്നെ ഇവരുടെ പ്രധാന പ്രഭാഷകരായ ശിവാജി കൃഷ്ണമൂർത്തി തുടങ്ങിയ ആൾക്കാരൊക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് 4.5 വർഷമായി വാൻ ബരാക്ക് വായൻ, പീഡാ വായൻ, കക്കൂസ് കഴുകാനാണ് ലായ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സ്റ്റേജിലും വിളിച്ചു പറഞ്ഞു നടന്ന വടക്കൻസ് എന്ന് പറഞ്ഞ് കളിയാക്കിയ, ഹിന്ദി തിരിയാതെ പോടാ എന്ന് പറഞ്ഞ് ടീഷർട്ട് പോലും ലക്ഷക്കണക്കിനുണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് അതിട്ട് നടന്ന് 2023-24 ഇലക്ഷൻ കാലഘട്ടത്തിൽ വളരെ പ്രചാരണമായിരുന്നു. അത് വീണ്ടും 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 പല ഇതിലും യൂട്യൂബിലും വന്നു. അത് ഭംഗിയായി NDA ബീഹാരിയിലും ഹിന്ദിയിലും തർജ്ജമ ചെയ്ത് ഇലക്ഷൻ്റെ സമയത്ത് ബീഹാർ മുഴുവനും എത്തിച്ചു. അതുതന്നെയാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാറ്റലിസ്റ്റ്, അതായത് രാസത്വരകം. വിജയത്തിന്, ഇത്രയും വലിയൊരു വിജയത്തിന് കാരണം അത് തന്നെയാണ്. അത് ഒരു 50-50 ലെവലിൽ പോകേണ്ട ഒരു ഇത് NDAയും ഇന്ത്യ മുന്നണിയും രണ്ടും 50-50 ലെവലിൽ പോകേണ്ട ഒരു കേസ് ഈ ലെവലൊക്കെ എത്തിച്ചത് DMK-ക്കാർ ചെയ്ത ഏറ്റവും വലിയ പണിയാണ്. അവരുടെ നാവ്, പണ്ടേ അവർ പറയുമായിരുന്നു നാക്കുകൊണ്ട് ജയിച്ച ആൾക്കാരാണ്, സ്റ്റേജുകളിൽ പ്രസംഗിച്ച് ഭരണത്തിൽ വന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.